സ്വകാര്യ സർവകലാശാലകൾ കേരളത്തിൽ വരാൻ സംസ്ഥാന മന്ത്രിസഭ അനുമതി നൽകി. മലയാളി വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ തൊട്ടടുത്ത കോയമ്പത്തൂർ പോയി സർവകലാശാല നടത്തുന്ന അമൃതയ്ക്ക് മാത്രമല്ല ഇത് വഴി തുറക്കുന്നത്. മലയാളി വിദ്യാർത്ഥികളുമായി രാജ്യത്തെ ഏറ്റവും തലയെടുപ്പുള്ള സ്വകാര്യ സർവകലാശാല ബംഗളൂരുവിൽ നടത്തുന്ന ക്രൈസ്റ്റിനും ഇനി കേരളത്തിലേക്ക് കടന്നു വരാം. ചങ്ങനാശ്ശേരി, തലശ്ശേരി, തൃശൂർ രൂപതകൾക്ക് സർവകലാശാല തുടങ്ങാം. ലത്തീൻ സഭയ്ക്കും സിറിയൻ സഭയ്ക്കും ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങൾക്കും മാർത്തോമാ സഭയ്ക്കും ആരംഭിക്കാം. MESനും NSSനും SNDPക്കുമാകാം. AK ആന്റണി മന്ത്രിസഭ സ്വകാര്യ മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോളേജുകൾക്ക് അനുമതി നൽകിയ അതേ സാഹചര്യങ്ങളും വിഷയങ്ങളുമാണ് ഇപ്പോൾ ഉയരുന്നത്. സ്വകാര്യ സർവകലാശാലകളിൽ പഠിക്കാൻ വിദ്യാർത്ഥികൾ കേരളം വിടുന്നു എന്നതാണ് ഉന്നയിക്കുന്ന ആ പ്രശ്നം. അവർക്ക് ഇവിടെ സൗകര്യമൊരുക്കിയാൽ വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിന് പെരുമ കിട്ടിയില്ലേ? സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. എൻഡോസൾഫാൻ ഫാക്ടറികളേക്കാൾ ഭേദമല്ലേ സ്വകാര്യ സർവകലാശാലകൾ? സ്വകാര്യ സർവകലാശാലകളെ ചൊല്ലിയുള്ള എതിർപ്പിന്റെ പ്രധാന കാരണം വിദ്യാഭ്യാസം രണ്ടു പന്തിയിൽ വിളമ്പുന്നു എന്നതാണ്. പ്രതിഭയിൽ ശരാശരിയോ അതിനും താഴെയോ ഉള്ളവർ പണം കൊടുത്ത് പഠിച്ച് ഉയർന്ന നിലയിൽ എത്തുന്നു. പ്രതിഭയിൽ ശരാശരിക്ക് മുകളിലുള്ളവർക്ക് സൗകര്യങ്ങളുടെ കുറവ് മൂലം സർക്കാർ കോളേജുകളിലും പ്രവേശനം കിട്ടില്ല. അവർക്ക് സ്വകാര്യ സർവകലാശാലകളിൽ ചേരാൻ പണവും ഉണ്ടാകില്ല. ഇതേ എതിർപ്പുകൾ തന്നെയാണ് സ്വകാര്യ മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോളേജുകൾ വന്നപ്പോഴും ഉണ്ടായത്. ആ കോളേജുകളുടെ കുത്തൊഴുക്ക് ഒരു കാര്യം പഠിപ്പിച്ചു: എത്ര എണ്ണം തുടങ്ങിയാലും നിലവാരമുള്ളവ മാത്രമേ നിലനിൽക്കൂ എന്ന്. ഇന്ന് പല സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജുകളിലും ചേരാൻ വിദ്യാർത്ഥികളില്ല. AI കൂടി സജീവമാകുന്നതോടെ എഞ്ചിനീയറിംഗ് കോഴ്സുകളെക്കാൾ സാധ്യത ഹ്യൂമാനിറ്റീസിനും ഭാഷയ്ക്കും വരും. അവിടെയാണ് സ്വകാര്യ സർവകലാശാലകൾ ഇപ്പോൾ മത്സരിക്കുന്നത്. ബംഗളൂരു ക്രൈസ്റ്റും കോയമ്പത്തൂർ അമൃതയും സാന്ദർഭികമായി പറഞ്ഞു എന്നേയുള്ളൂ. പ്രതിഭാധനരായ മലയാളി വിദ്യാർത്ഥികൾ പ്രവേശനം നേടുന്ന നിരവധി സ്വകാര്യ സർവകലാശാലകളുണ്ട് രാജ്യത്ത്. മണിപ്പാൽ അക്കാദമി, വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട്, അശോക സർവകലാശാല, അമിറ്റി സർവകലാശാല, അസിം പ്രേംജി സർവകലാശാല, സിംബയോസിസ്, ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട്, OP ജിൻഡാൽ ഗ്ലോബൽ, പാറുൽ യൂണിവേഴ്സിറ്റി, SRM, ഇങ്ങനെ സ്വകാര്യ സർവകലാശാലകൾ നിരവധിയുണ്ട്. വിദേശ വിദ്യാർത്ഥികൾ വന്നു പഠിക്കുന്നവയാണ് ഇവയിൽ മിക്കതും. വിദ്യാഭ്യാസത്തിനായി കാനഡയിലേക്കും ഓസ്ട്രേലിയയിലേക്കും ന്യൂസിലൻഡിലേക്കും ചൈനയിലേക്കും യുക്രൈനിലേക്കും ഒക്കെ പോകുന്നതിൻ്റെ 1/4 ചെലവിന് ഇവിടെ തന്നെ പഠിക്കാം എന്നതാണ് ഓഫർ. ഈ സ്വകാര്യ സർവകലാശാലകളുടെ ക്യാമ്പസുകൾ ഇവിടെ വരുന്നതിനൊപ്പം ഇവിടെ തന്നെയുള്ളവയ്ക്ക് രാജ്യാന്തര നിലവാരമുള്ള സർവകലാശാലകളായി മാറാനും കഴിയും. മെഡിസിനും എഞ്ചിനീയറിംഗും ഹ്യൂമാനിറ്റീസും കൊമേഴ്സും സയൻസും എല്ലാം ഒരേ ക്യാമ്പസിൽ വരുമെന്നാണ് ബില്ലിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. പട്ടികജാതി വർഗ വിദ്യാർത്ഥികൾക്ക് ഫീസ് ഇളവും സ്കോളർഷിപ്പും ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. നിയമനം UGC മാനദണ്ഡം അനുസരിച്ചെന്നും 25 കോടിയുടെ എൻഡോവ്മെന്റ് ഫണ്ട് വേണമെന്നും കരട് ബിൽ ശുപാർശ ചെയ്യുന്നു. ക്രമസമാധാന പ്രശ്നമുണ്ടായാൽ മാത്രമാണ് സർക്കാരിന് ഇടപെടാൻ സാധ്യതയുള്ളത്. സ്വകാര്യ സർവകലാശാലയിൽ വിസിറ്റർ പദവിയിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വേണം എന്ന നിർദ്ദേശം മന്ത്രിസഭ ഒഴിവാക്കി. വിസിറ്റർ ചാൻസലർക്ക് തുല്യമായ പദവിയാണ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ സ്വകാര്യ സർവകലാശാലയുമായി ബന്ധിപ്പിച്ചാൽ സർക്കാർ പല കാര്യങ്ങൾക്കും ഉത്തരം പറയേണ്ടി വരും എന്ന് CPI ഉൾപ്പെടെ വാദിച്ചു. അതോടെ അതൊഴിവായി. വിസിറ്റർ പദവിയിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ മാറ്റിയെങ്കിലും ഗവേണിംഗ് കൗൺസിലിൽ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയും സർക്കാർ നോമിനിയായ വിദ്യാഭ്യാസ വിദഗ്ധനും ഉണ്ടാകും. സ്വകാര്യ സർവകലാശാലകൾ മാത്രമല്ല, വിദേശ സർവകലാശാലകളുമായി സഹകരണവും ഇടതുമുന്നണിയുടെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നു. ഓരോ സ്വകാര്യ സർവകലാശാലകളും മറ്റ് സംസ്ഥാനങ്ങളിൽ മിനി ടൗൺഷിപ്പുകളാണ്. ഷോപ്പിംഗ് മാളുകളും ഫ്ളാറ്റുകളും എല്ലാം ഉൾപ്പെടെയാണ് ഇവ രൂപകൽപ്പന ചെയ്യുന്നത്. ഇടതുപക്ഷത്തോട് ചേർന്നു നിൽക്കുന്ന വിദ്യാഭ്യാസ വിദഗ്ധനും മുൻ വൈസ് ചാൻസലറും ചരിത്രകാരനുമാണ് ഡോക്ടർ രാജൻ ഗുരുക്കൾ. ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വൈസ് ചെയർമാൻ എന്ന നിലയിൽ ഡോക്ടർ രാജൻ ഗുരുക്കളുടെ നിർദ്ദേശം കൂടി അനുസരിച്ചാണ് സ്വകാര്യ സർവകലാശാല ബിൽ തയ്യാറാക്കിയത്. സ്വയംഭരണ പദവിയുള്ള സ്ഥാപനങ്ങൾക്ക് സർവകലാശാലകൾ ആയി മാറാനുള്ള നിയമ തടസ്സം മാറ്റാനാണ് ബിൽ എന്നാണ് ഡോക്ടർ രാജൻ ഗുരുക്കൾ വിശദീകരിക്കുന്നത്. സെയിന്റ് തെരാസസ്, തേവര SH, രാജഗിരി, ദേവഗിരി ഇങ്ങനെ നിരവധി ഓട്ടോണമസ് സ്ഥാപനങ്ങൾ നിലവിലുണ്ട്.
ഇവയ്ക്ക് സർവകലാശാല പദവി നൽകുക മാത്രമാണ് ബില്ലിന്റെ ലക്ഷ്യം എന്ന വാദം നിലനിൽക്കണം എന്നില്ല. അശോകയും ക്രൈസ്റ്റും അമിറ്റിയും അമൃതയുമെല്ലാം കേരളത്തിലേക്ക് വരാൻ പണ്ടേ സമ്മർദ്ദം ചെലുത്തുന്നവയാണ്. സ്വകാര്യ സർവകലാശാലകൾക്കായി വിദ്യാഭ്യാസ സംഗമം നടത്തിയ TP ശ്രീനിവാസൻ ആക്രമിക്കപ്പെട്ടത് കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്താണ്. ഓരോന്നിനും ഓരോ സമയമുണ്ട്, ആ സമയത്ത് ചെയ്യാൻ പറ്റൂ. കമ്പ്യൂട്ടർ അതെന്തിനാണത്? ആ കാലഘട്ടത്തിൽ എടുക്കേണ്ട നിലപാട് ആ കാലഘട്ടത്തിൽ എടുത്തു. 3.5 പതിറ്റാണ്ട് പിന്നിട്ടു. ഈ 3.5 പതിറ്റാണ്ട് എന്ന് പറഞ്ഞാൽ അത് അതിദ്രുതം പ്രയാണം ചെയ്ത ഒരു കാലയളവ് കൂടിയാണ്. ഓരോന്നിനും ഓരോ സമയമുണ്ടെന്നാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വിശദീകരിക്കുന്നത്. പഴയ എതിർപ്പുകൾ മാറുന്നു എന്നത് തന്നെ ഗുണപരമായി എടുക്കാം. സ്പോട്ട്ലൈറ്റിനി മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. നമസ്കാരം.